സാർ, മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പ്രായമായ മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെയാണ് അദ്ദേഹം ഷർട്ട് പോലും ഇടിക്കാതെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അത് വലിയൊരു കേരളീയ പൊതുസമൂഹം മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ജീപ്പിൽ കയറുമ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ വാർത്തകൾ ചെയ്യും, ജനാധിപത്യം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമ്മളെല്ലാം ABC മലയാളം ഉൾപ്പെടെ നമ്മൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്തകൾ ചെയ്യുന്നുണ്ട്, എല്ലാ ചാനലുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാജൻ സ്കറി എന്തുകൊണ്ട് ഷാജൻ സ്കറി മാത്രം ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പോലീസിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു കരടാകുന്നു? അതിന് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ABC ഉൾപ്പെടെയുള്ളവർ ചെയ്യുമ്പോഴും അത് വളരെ മൈൽഡായിട്ടാണ് അങ്ങ് പോകുന്നത്. അഗ്രസീവായി വാർത്തകൾ ചെയ്യുന്ന ആളാണ് മറുനാടൻ. കാരണം ആ വാർത്തകൾ കേട്ടാൽ, അല്ലെ ആ വീഡിയോ കണ്ടാൽ ആ കേൾക്കുന്നവരുടെ ഉള്ളിലൊന്ന് തറയ്ക്കും. അത് മുഖ്യമന്ത്രിക്കും നിറച്ചിട്ടുണ്ടാകും. എനിക്ക് സംശയം അതല്ല, ഈ ഭരണകൂടത്തിന് എന്താ ബുദ്ധി? ശരിക്കും ആരാണ് പരാതി കൊടുത്തത്? ഈ സമൂഹത്തിൽ അഴിമതി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയായിപ്പോയി എന്നുള്ളത് അവർ കൊടുത്തു. ഈ വനിതകൾക്ക് പ്രത്യേക പരിഗണനയും ആ നിയമവും ഉണ്ടാക്കിയതുകൊണ്ട് ആ നിയമത്തിൻ്റെ പിൻബലത്തിൽ അയാളെ കൊണ്ടുപോകും. ഇപ്പം സൈബർ കേസിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് സൈബർ കേസ്. അവർ അതിൻ്റെ സമൻസ് അയച്ചിരുന്നു, നമ്മൾ ആ സമയത്ത് ചെല്ലുന്നു. എന്തുകൊണ്ടാണ് പുറകെ നടന്ന് പോലീസ് ഇയാളെ വാച്ച് ചെയ്ത് വീട്ടിൽ കയറി ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ കൊണ്ടുപോയതിൻ്റെ കാര്യം എന്നാണ്? അത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഓൺലൈൻ പോർട്ടൽ ചെയ്യുന്ന, അല്ലെങ്കിൽ യൂട്യൂബറെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഷർട്ടിടാതെ കൊണ്ടുപോകണം, അയാളെ അറസ്റ്റ് ചെയ്യും, ഏത് വലിയവനായാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, ഞങ്ങൾ അകത്താക്കും എന്ന് പറയുന്ന ഭരണകൂടത്തെ ഭീകരത എന്ന് തന്നെ ഞാൻ പറയും. ആ ധാർഷ്ട്യം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതിന് വിധേയരായി പോകുന്ന നിയമപാലകർ. കഷ്ടമാണ് അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ പോലീസ് മന്ത്രി പറയുകയാണ് അവനെ രാത്രി തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അതനുസരിക്കേണ്ടി വരുന്ന, നിയമം ഏത് ഭാഗത്തും കിടക്കട്ടെ, അതനുസരിക്കേണ്ടി വരുന്ന ഈ നിയമപാലകരെ ഓർത്ത് നമുക്ക് സങ്കടം തോന്നും. ഞാൻ ഇപ്പോഴും പറയുന്നു, മുഖ്യമന്ത്രി അടക്കം ബുദ്ധി കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അയാളുടെ വഴിക്ക് വിടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയാൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അവർ പരാതി കൊടുത്തെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷൻ വരിക, FIR ഉണ്ട്, കേസ് നടക്കട്ടെ, കോടതിയിലേക്ക്. ഏത് കേസാണെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. പിന്നെ വേറൊന്ന്, ഭാരതീയ ന്യായ സംഹിതയിലെ 79-ാം വകുപ്പ്, IT നിയമത്തിലെ 120-ാം വകുപ്പ്, പോലീസ് ചട്ടങ്ങൾ ഇതും ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. ഇതൊന്നും അറസ്റ്റ് ചെയ്ത് രാത്രി തന്നെ കൊണ്ടുപോകേണ്ട വകുപ്പുകളല്ല. അല്ല. മനസ്സിലായി? അതെ. അപ്പോൾ അതെന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് ഏതൊരു സാധാരണക്കാരൻ മനസ്സിലായി. ഈ വിവാദ വ്യവസായി കെൻസ ഷിഹാബിന്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു ആ വാർത്ത വന്നത്. ഞാൻ എൻ്റെ ഒരു 6 സുഹൃത്തുക്കൾ ദുബായിലുള്ളവർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്, അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. ആ സമയത്താണ് മറുനാടൻ്റെ ആദ്യ വീഡിയോ വരുന്നത്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ 6 പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ എത്രയോ പേരുണ്ടാവും. അപ്പോൾ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണോ ഭരണകൂടത്തിൻ്റെ രീതി? കേസ് അതാ ഞാൻ പറഞ്ഞത്, പരാതി കൊടുത്തയാൾ അയാൾ ഈ തട്ടിപ്പിന് കൂട്ടുന്ന ആളാണ്. അത് പൊതുസമൂഹത്തിനറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ ആ തട്ടിപ്പുകാരി കൊടുക്കുന്ന ഒരു പരാതിയിൽ സമൂഹത്തിൽ മാന്യതയുള്ള, അല്ലെ മാധ്യമപ്രവർത്തനത്തിലേക്ക് സത്യസന്ധമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പണം മേടിക്കുമെന്നൊക്കെ പലരും സമൂഹത്തിൽ പറയുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, 1 രൂപ പോലും മേടിക്കാത്ത ആളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറയുന്നുണ്ടല്ലോ, അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നല്ലവനാണെന്ന് ഞാൻ തന്നെ പറയാം. പക്ഷെ മറ്റൊരാൾ വേണ്ടേ പറയാൻ അയാൾ നല്ലവനാണ്. എനിക്ക് 3 അനുഭവങ്ങളുണ്ട്. അയാൾ 1 രൂപ പോലും മേടിക്കാത്ത ആളാണെന്നുള്ള 2-3 അനുഭവങ്ങളുകൊണ്ട് ഞാൻ പറയുകയാണ്. അയാൾ പണം മേടിക്കുന്ന ആളല്ല. അയാൾ ഈ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാളെ അങ്ങനെ കൊണ്ടുപോയി തികച്ചും തെറ്റാണ്. അതിന് പിണറായി വിജയനും അല്ലെങ്കിൽ ഈ ഭരണകൂടവും മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് ഈ കെൻസ ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ 100 കണക്കിന് മലയാളികളെ മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ചുകൊണ്ട് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കെതിരെ ആണ് വാർത്തകൾ നൽകിയത്. അതാണ് ഇതിലെ വിരോധാഭാസം ശരിക്കും പറഞ്ഞാൽ. ഈ ഷിഹാബ് എന്ന് പറഞ്ഞ ആൾക്ക് കൈരളി എന്തോ ബിസിനസ്മാൻ അവാർഡൊക്കെ കൊടുത്തത്. കൈരളി TV-യുടെ മമ്മൂട്ടിയെ കൊണ്ടാണ് കൊടുത്തത്. അവിടെ ഈ CPM-ലെ എല്ലാ നേതാക്കന്മാരും വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അന്തർധാര മനസ്സിലായി കാണും, അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഒരു CPM അനുഭാവി എന്ത് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലും അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് CPM-ന്റെ അടിസ്ഥാന തന്ത്രം. അതിൻ്റെ പ്രതിഫലനമാണ് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത്. ഈ
മലയാളക്കരയിലെ ഏതൊരു മനുഷ്യനോടും ഏതൊരു കൊച്ചുകുട്ടിയോടും ചോദിച്ചാലും അറിയാം ഇത് വൈരാഗ്യം തീർന്നതാണ്. കാരണം അത്ര അഗ്രസീവായി ഈ ഭരണകൂടത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായിക്കെതിരെയും മകൾക്കെതിരെയും വാർത്തകൾ ചെയ്യുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തനം ഇതുപോലെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ABC നമ്മളൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അത് കേട്ടു പോകാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിൽ തറയ്ക്കുന്ന തരത്തിലാണ്. ഇവനെ എങ്ങനെയെങ്കിലും കൊന്നുകളയണമെന്ന് വിചാരിക്കുന്ന തരത്തിലാണ് അയാൾ വാർത്ത ചെയ്യുന്നത്. അതിനുള്ള ഒരു പ്രാരംഭ പ്രവർത്തനമാണ് ഇതൊക്കെ. അയാളെ അതിനു മുമ്പ് ഏതാണ്ട് 1300 പോലീസ് പല സ്ഥലത്തും പരതി നടന്ന് പിടിക്കാൻ പറ്റിയില്ല. 270ഓളം കേസുകൾ ചുമത്തിയിട്ടുണ്ട്. 270ഓളം. മർദാൻ ഷാജൻ ഈ എൻ്റെ നാട്ടിൽ കോട്ടയത്തിനടുത്ത് കോമരകത്ത് എല്ലാ ബുധനാഴ്ചയും വന്ന് പോലീസ് സ്റ്റേഷൻ സൈൻ ചെയ്യണം. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകണം. അപ്പോൾ ഒരു മനുഷ്യനെ മാക്സിമം ബുദ്ധിമുട്ടിച്ച് ഈ തെറ്റുകൾ കണ്ടാൽ പറയരുത്, നീ ഒന്നും മിണ്ടരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ്. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ, നമ്മളൊക്കെ കുറ്റം പറയുമെന്ന് പറഞ്ഞല്ലോ, ഏറ്റവും വലിയവനെ ഞാൻ പിടിച്ചു, ഇനി പുറകിലേക്ക് പിടി വീഴും എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കി ഒരു സന്ദേശമാണ്. ആ സന്ദേശം 4 ആയിട്ട് മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് എന്നെ പോലുള്ളവർ പറയും. ഞാനൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ സോളാർ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം വാർത്തകൾ പടച്ചുവിട്ടിരുന്നു പല ഓൺലൈൻ ചാനലുകളും എല്ലാം. അന്ന് CPM അടക്കം പറഞ്ഞത് ഇത് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ പറഞ്ഞ CPM ആണ് ഇപ്പോൾ അവരുടെ കാര്യം വന്നപ്പോൾ ഇത് അറിഞ്ഞത്. അതെ, അന്ന് മർദാൻ ഷാജിനെ വാനോളം പുകഴ്ത്തിയവരാണ്. അതെ അതെ. അന്ന് ഇതേ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. വല്ലാത്ത സ്ഥലത്ത് ഒരു ആല് കിളുത്താൽ അതും തണലാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കണം. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല. ഇപ്പോൾ ആ വോയിസ് കേട്ടാൽ, ആളുടെ മുഖം കാണാതെ ആ ശബ്ദം മാത്രം കേട്ടാൽ അത് ബൂമറാങ്ങാണ്. ആ മുഖ്യമന്ത്രിക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്രമാത്രം അഴിമതി നിറഞ്ഞ ഒരു ഭരണം കണ്ടിട്ടുണ്ട് കേരളം, കണ്ടിട്ടില്ല നമ്മളില്ല. പിന്നെ ഇത്ര ധാർഷ്ട്യം, ആരെന്ത് പറഞ്ഞാലും ഞാനങ്ങ് ജീവിക്കും, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ തുടരും. ഇതുപോലൊരു അവസ്ഥ മറ്റൊരു, ഇപ്പം UDF-നാണെങ്കിലും ഇപ്പം BJP ഭരിക്കുകയാണെന്ന് വിചാരിച്ചു, CPM അടങ്ങിയിരിക്കൂ. ആ മുഖ്യമന്ത്രി താഴെ ഇറക്കിയിട്ടല്ലേ അവർ സമരം അവസാനിപ്പിക്കും. ഇവിടെ പ്രതിപക്ഷം ദുർബലമാണ് എന്ന് തന്നെ ഞാൻ പറയും. എന്നിട്ടും അഹങ്കാരത്തോടെ പറയണം 3-ാം തവണയും ഞങ്ങൾ തന്നെ വരും. ഒരു എക്കോ സിസ്റ്റം അങ്ങ് ഉണ്ടാക്കുക. ജനങ്ങളുടെ മനസ്സിലേക്ക് ആണോ ഇവർ 3-ാം വട്ടം വരുമോ, എന്നാൽ പിന്നെ ഇവർ വോട്ട് ചെയ്തേക്കാം. ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള ചില പ്രചരണങ്ങൾ. അതെ, ആ പ്രചരണത്തിൽ പെടുന്നതാണ് മറുനാടൻ്റെ അറസ്റ്റ്. മനസ്സിലാകുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ഒരു നിയമങ്ങളും ബാധകമല്ല. ഇത് പ്രായം ഒരു ഘടകമല്ല. അതോടൊപ്പം തന്നെ അഴിമതിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇത് വന്നാലോ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മകൻ്റെ ഇത് വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധകമല്ല. പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന് വിധേയനാണ്. ഇപ്പം ജനറൽ സെക്രട്ടറി പോലും ഇദ്ദേഹത്തിന് വിധേയനായി മാറുന്നത് എന്ത് അവസ്ഥയെന്നാലും. അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു. അച്യുതാനന്ദനെ ക്ലിപ്പിട്ട് പിടിച്ചിരിക്കുകയാണ്. ശരിയല്ലേ? അതെ. ഇപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷം ഇദ്ദേഹത്തിനെ അനുസരിക്കുന്ന, ഇദ്ദേഹം പറയുന്നതിന് ഏറാൻ മൂളുന്ന പാർട്ടി സെക്രട്ടറി മറ്റെല്ലാ ഘടകങ്ങളിലും അല്പം ശബ്ദമുയർത്തി എന്തെങ്കിലും പറയുന്നവരെ എല്ലാം മൂലക്കിരുതി. ജി സുധാകരൻ, കണ്ണൂരുള്ള P ജയരാജൻ, തോമസ് ഐസക് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും അഭിപ്രായം പറയുന്നവരെ മാറ്റുന്നു. ഒരുപാട് സപ്പോർട്ട് ചെയ്ത AK ബാലനെ വരെ പ്രായത്തിന്റെ പേരിൽ മാറ്റി. AK ബാലന്റെ ഒരു സങ്കടം കണ്ടിരുന്നു, ഞാൻ വീട് വിട്ടു പോകുന്നു എന്ന് പറയുന്നത്. ഇതൊന്നും പിണറായി വിജയന് ബാധകമല്ല. പിണറായി വിജയൻ ഇനിയും ഏകാധിപത്യം തുടരും. ഇപ്പൊ മാധ്യമപ്രവർത്തകർ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അസഹിഷ്ണുത കണ്ടിട്ടില്ല. എന്നിട്ട് ഉണ്ടാക്കിയൊരു ചിരി വരുത്തുകയാണ്. മകളെയും കൊച്ചുമകനെയും എന്തിനാണ് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അവരെൻ്റെ മകളും കൊച്ചുമകനുമായതുകൊണ്ട് എന്നാണ് മറുപടി. മനസ്സിലായി? അപ്പം ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞൊരു മുഖ്യമന്ത്രി, ഇത്രയും അഴിമതികൾ കാണിച്ചിട്ടുള്ളൊരു മുഖ്യമന്ത്രി, ഇത്രയും എന്താണ് പറയുക, സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, സാധാരണ ജനങ്ങളുടെ അഭിപ്രായം. ഇനി മറുനാളിലേക്ക് വന്ന് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എനിക്കറിയാവുന്ന എത്രയോ അധികം CPM അനുഭാവികൾ, CPM പ്രവർത്തകർ സ്ഥിരമായി മറുനാടൻ്റെ വീഡിയോ കാണുന്നു. അവർ ദേശാഭിമാനി വരുത്തുന്നുണ്ട്, കൈരളി കാണുന്നുണ്ട്, ദേശാഭിമാനി വായിക്കുന്നുണ്ട്. പക്ഷേ സത്യം അറിയാൻ വേണ്ടി മറുനാടൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് CPM പ്രവർത്തകർ. അല്ല, നമ്മുടെ ABC-യുടെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള വാർത്തകൾക്ക് നല്ല റീച്ചാണ് കിട്ടുന്നത്. അല്ല, നല്ല റീച്ച് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? CPM തന്നെ കാണുന്നു എന്നുള്ള CPM തന്നെ കാണുന്നു. അത് മാത്രമല്ല, കമന്റുകൾ വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും. കമന്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും.
CPM അനുഭാവി, ഉം. ഒരു ശക്തനായ CPM അനുഭാവി എന്നോട് ഇന്നലെ പറഞ്ഞതാണ്, ഉം. എന്ത് ചെയ്യാൻ പറ്റും, വിധി എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ ആ വിധി മലയാളികൾ അനുഭവിക്കാനുള്ളതാണ്. രണ്ടാമത്, ഇതുപോലുള്ള മാധ്യമപ്രവർത്തകർ ഉം. നമ്മളൊക്കെ സംസാരിക്കുന്നിടക്കും സൂക്ഷിക്കുക, ഉം. താഴേക്ക് വരിക. ഉം. പക്ഷേ ഇതുകൊണ്ടൊന്നും മറുനാടൻ ഷാജൻ വെറുതെ ഇരിക്കും, അടങ്ങിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളുടെ ആ ഷർട്ട്, ഉം. അവരൊരു വൈറ്റ് ഷർട്ടോ എന്തോ മേടിച്ചു കൊടുത്തു. ഉം. ഞാനിതിടില്ല, ആ. ഞാനിടുന്ന ഷർട്ട് ഇതല്ല. ആ. പുള്ളി ഒരു അത് റോസ് മാത്രമല്ല, ഷർട്ട് സ്റ്റേഷനിൽ ആയിരുന്നു. ചെന്നിട്ട് താഴെ ഇരുന്നു. ഉം. ഷർട്ടിടാതെ ഒരു കസേരയിരിക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ. ആവില്ലെന്ന് പറഞ്ഞു. അത് വളരെ രസകരമായിരുന്നു. ചിരിക്കാനുമുണ്ട്, എന്നാൽ ചിന്തിക്കാൻ ഒരുപാട് ചിന്തിക്കാനുമുണ്ട്.